ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് അവനൊരു ഇൻട്രോവേർട്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ അവന് ആ ഒരു ടൈമിൽ ഫ്രണ്ട്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റ് സ്റ്റുഡൻസ് എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. അവൻ വലിയൊരു കണ്ണടയും വെച്ചുകൊണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും സോഡാ കുപ്പി എന്ന് വിളിച്ച് കളിയാക്കും. ഇതൊക്കെ അവനിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, അപമാനം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഒരു നിമിഷം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവന് തോന്നി. ബട്ട് അവൻ ഒരിക്കലും അത് ചെയ്തില്ല. അവൻ അവരുടെ മുമ്പിൽ ബോൾഡായിട്ട് തന്നെ ജീവിക്കണമെന്ന് തീരുമാനിച്ചു. ആൻഡ് ആ ഒരു സമയത്താണ് അവൻ ഡാർക്ക് സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ അവന് തിരിച്ചറിയാൻ സാധിച്ചു, അവന് ഇവരെയൊക്കെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമെന്ന്. അന്നു മുതൽ അവൻ ഈ ഒരു ഡാർക്ക് സൈക്കോളജി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാവരും അവനെ കണ്ട് ഭയപ്പെട്ട് അവനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഡാർക്ക് ടാക്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും അതെ, നിങ്ങളെ ബുള്ളി ചെയ്യാൻ വരുന്നവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫസ്റ്റ് തന്നെ പറയാനുള്ള ഒരു വാർണിംഗ് എന്താണെന്നാൽ, ഈ ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ട്രിക്സ് അനാവശ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ആളുകൾ, സാഹചര്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, കോൺകർ യുവർ മൈൻഡ്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഒന്നും ചെയ്യാതെയും നമുക്ക് മറ്റുള്ളവരുടെ മൈൻഡിനെ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിനേക്കാളുമൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ് നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും, ഇന്ന് ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുമെന്ന്. ബട്ട് ആക്ച്വലി ആ ഒരു ഡേയിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസിൽ പെട്ട് നിങ്ങളുടെ ഇൻസ്റ്റൻറ്റ് ഡിസൈഴ്സിന് വേണ്ടി ഡോപാമിൻ സ്പെൻഡ് ചെയ്ത് ഇന്നലത്തെ ഡേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഇന്നത്തെ ഡേ വളരെ വേഴ്സ്റ്റായിട്ട് മാറും. എനിക്കറിയാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കണം, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടൈമിൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അധികം ചിന്തിക്കാതെ നിങ്ങളുടെ ഇൻസ്റ്റൻറ്റ് ഇമോഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും, വിഷമിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ മൂവ് ഓൺ ആകാൻ മാത്രം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇതിൽ തന്നെയുള്ള വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ, നിങ്ങളുടെ മനസ്സ് എന്താണോ ഇത് തെറ്റാണ്, ഇനി ചെയ്യില്ല എന്ന് പറയുന്നത് അതായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങളെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കണം. ഇപ്പോൾ സ്വയം നിങ്ങളോട് ഈ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. അവസാനം നിങ്ങൾ എപ്പോഴായിരുന്നു എടുത്തു ചാടാതെ ഒരു തീരുമാനം എടുത്തത് എന്ന്. ഞാൻ പറയുന്നു, നിങ്ങളെടുത്ത 90% ഡിസിഷൻസും നിങ്ങളുടെ പെട്ടെന്നുള്ള ഇമോഷൻ്റെ പുറത്ത് എടുത്തതായിരിക്കുമെന്ന്. ഇനി മുതൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ട്രിഗർ ആകുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് എഴുതുക. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ട്രിഗർ ആകുന്നത്, ആ ഒരു ട്രിഗർ നിങ്ങളിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു എന്ന്. ഇതിലൂടെ നിങ്ങളുടെ 50% പ്രോബ്ലംസും ഇല്ലാതാകും. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഡിസ്ട്രാക്ഷൻസ്, കോൺഫിഡൻസ് ഇല്ലായ്മ ഇതുകൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാക്ക് ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു കോയിന് എപ്പോഴും 2 വശങ്ങൾ ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് ഡിസിഷൻ എടുക്കുക. നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുക. പാർട്ടി, ഫൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക. നിങ്ങളുടെ ഫോക്കസിനെ ഇല്ലാതാക്കുന്ന ഇൻസ്റ്റാ പേജസിനെ അൺഫോളോ ചെയ്യുക. ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറും. ബട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രെഡിക്റ്റബിൾ പേഴ്സൺ ആണെങ്കിൽ അപ്പോൾ ഇതുകൊണ്ടും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ട്രിക്ക് നമ്പർ 2, ബി അൺപ്രെഡിക്റ്റബിൾ. ഒരേ രീതിയിലുള്ള പാറ്റേൺ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ആരെങ്കിലുമൊക്കെ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഇതുപോലെ നിങ്ങൾ ഒരു തുറന്ന പുസ്തകമാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരുന്നാൽ മതി. ഇമാജിൻ നിങ്ങളൊരു സ്റ്റീൽ കേജിൻ്റെ അകത്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ 400 പൗണ്ടുള്ള ഒരു സിൽവർ ബ്ലാക്ക് ഗൊറില്ലയുമുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ഗൊറില്ല നിങ്ങളെ ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മരിച്ചു പോകുമെന്ന്. എന്നാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ആ ഒരു ഗൊറില്ലയുടെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ അറ്റാക്കിൽ നിന്ന് എസ്കേപ്പ് ആകാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും സാധിക്കും. ഇതാണ് പ്രെഡിക്റ്റബിൾ ആയിരിക്കുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് എന്നുള്ളത്. അതായത് മറ്റുള്ളവർക്ക് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തോറ്റുപോകും. സോ നിങ്ങൾ പ്രെഡിക്റ്റബിൾ ആവാതിരിക്കുക. ആരെങ്കിലുമൊക്കെ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരെ ആദ്യം ഇഗ്നോർ ചെയ്യുക. അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ ഭയപ്പെട്ടു എന്ന്. എന്നാൽ അടുത്ത ദിവസം നിങ്ങൾ അതേ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ അവർ ആകെ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങൾ എന്തോ പുതിയതായി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് അവർ പിന്മാറാൻ തുടങ്ങും. ഇതിലൂടെ നിങ്ങളൊരു അൺപ്രെഡിക്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറും. അതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെപ്പറ്റി ജോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങൾ ചിരിക്കുക. എന്നാൽ അടുത്ത ജോക്കിന് നിങ്ങൾ ചിരിക്കാതിരിക്കുക. ഇതിലൂടെ അവർ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. നിങ്ങൾ ചിരിച്ചതിന് ശേഷം സൈലൻ്റ് ആകുന്നത് അവരുടെ മനസ്സിൽ ഒരു ഭയത്തെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. ഇതിലൂടെ നെക്സ്റ്റ് ടൈം അവർ നിങ്ങളെപ്പറ്റി ജോക്ക് അടിക്കാൻ ഒന്ന് ചിന്തിക്കും. സോ ഇനി മുതൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതായത് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കുക. അവർക്ക് കാണേണ്ടത് നിങ്ങളിലെ ദേഷ്യമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കാമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ആര് നിങ്ങളെ കളിയാക്കിയാലും ശരി, കോംപ്ലിമെൻ്റ് ചെയ്താലും ശരി, അതിനൊക്കെ നിങ്ങൾ ഉടനെ റിയാക്ട് ചെയ്യാതെ ഒന്ന് ഡിലേ ചെയ്യുക. ഇതിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അൺപ്രെഡിക്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഇനി എല്ലാവർക്കും നിങ്ങളെപ്പറ്റി ഭയം തോന്നുന്ന കോമൺ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതാണ് സൈലൻസ്. സോ ട്രിക്ക് നമ്പർ 3, യൂസ് സൈലൻസ്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ നടന്ന ഒരു സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം ടീച്ചർ ബോർഡിലുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ടൈമിൽ ഞാൻ 3 സെക്കൻഡ് പോസ് എടുത്തു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം ആ ഒരു ചോദ്യം എല്ലാവർക്കും വളരെ ടഫായിരുന്നു. ബട്ട് എനിക്ക് അതിൻ്റെ ആൻസർ അറിയാമായിരുന്നു. ആ ഒരു 3 സെക്കൻഡ് പോസ് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും പെട്ടെന്ന് ഷോക്കിംഗ് ആയി സൈലൻ്റ് ആയിട്ട് മാറി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് പറയുന്ന വാക്കുകളിൽ പവർ ഉണ്ടായിരിക്കില്ല. കുറേ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്ററി എന്നുള്ളത് ഇല്ലാതാകുമെന്ന്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പറയുന്ന വാക്കുകളെക്കാളും ചില സമയത്ത് നിങ്ങളുടെ സൈലൻസിന് പവർ ഉണ്ടായിരിക്കുമെന്ന്. കാരണം സൈലൻസ് മറ്റുള്ളവരിൽ ഒരു ഭയത്തെ ക്രിയേറ്റ് ചെയ്യും. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്മാർട്ടാണെന്ന് എല്ലാവരും വിചാരിക്കും എന്നുള്ളതാണ്. എന്നാൽ ആക്ച്വലി ഇതെന്നുള്ളത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഒരുപാട് സംസാരിച്ച് നിങ്ങളെ അവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളോടുള്ള ഭയം നഷ്ടപ്പെടും. ബട്ട് നിങ്ങൾ സൈലൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളെപ്പറ്റി കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. എന്നാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്താണെന്നാൽ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ ഇരയെ തേടുന്ന കഴുകനെ പോലെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നോക്കണം. അപ്പോഴാണ് അവർ കൂടുതൽ ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിൽ ശരിക്കും എന്താണ് ഉള്ളതെന്ന്. ബിക്കോസ് കാൽക്കുലേറ്റഡ് സൈലൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളാണ് ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് മറ്റുള്ളവർ പോലും അറിയാതെ അവരുടെ സൈക്കോളജിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത്. സോ ഈ ഒരു സൈലൻസ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1, 3 സെക്കൻഡ് റൂൾ. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 3 സെക്കൻഡ് ഒരു പോസ് എടുത്ത് അതിന് മറുപടി കൊടുക്കുക. സ്റ്റെപ്പ് 2, മിനിമൽ റിപ്ലൈ. യെസ്, നോ, മെയ്ബി ഇത്തരത്തിൽ ഷോർട്ടായി ആൻസർ ചെയ്ത് ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ അവർ ആ ഒരു ഷോർട്ട് ആൻസറിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നതിനെ പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. സ്റ്റെപ്പ് 3, ഐ കോണ്ടാക്ട്. 3 സെക്കൻഡ് പോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കണ്ണുകളെ ഒരു കഴുകനെ പോലെ നോക്കണം, ഒരു ഷാർപ്പൺ ചെയ്ത കത്തിയെ പോലെ. ഇത് അവർക്ക് നിങ്ങളുടെ മേലെ ഒരു ഫിയർ ആൻഡ് റെസ്പെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.